പാർട്ടിയുടെ നേതാക്കന്മാരെ, ഈ ധർണാ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടി പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നമസ്കാരം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചർച്ചകൾ കഴിഞ്ഞ് ആ ചർച്ചയ്ക്ക് ശേഷം ഇന്ന് വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ വെക്കുകയാണ്. ഇന്ന് 12 മണിക്ക് പാർലമെന്റിൽ വെച്ച ശേഷം 8 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം അത് വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഇന്ത്യ മുന്നണി എന്ന പേരിൽ IND സഖ്യം, കേരളത്തിലെ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ, അവരൊന്നിച്ച് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ തരത്തിൽ ജനവഞ്ചന കാണിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾക്കെതിരെ അവരുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ പെടുത്തുന്നതിന് വേണ്ടിയാണ് അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് കേരളം മുഴുവൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത്. MK രാഘവൻ ഉൾപ്പെടുന്ന പാർലമെന്റ് അംഗങ്ങളോട് നമുക്ക് പറയാനുള്ളത്, അല്പം സത്യസന്ധത കേരളത്തിലെ ജനങ്ങളോട് കാണിക്കണം എന്നാണ്. മുനമ്പത്ത് 610 കുടുംബങ്ങളുടെ പ്രശ്നങ്ങള്, ആ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സമരപ്പന്തലിൽ പോയി മുതലക്കണ്ണീർ ഒഴുക്കിയിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, MK രാഘവൻ ഉൾപ്പെടുന്ന കേരളത്തിലെ മുഴുവൻ MPമാർ, ഇവർക്കൊന്നും ഇവരുടെ പ്രശ്നത്തിൽ ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് ഇന്ന് അവരെടുത്തിട്ടുള്ള നിലപാടിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് MK രാഘവൻ ഉൾപ്പെടുന്ന MPമാരെ നമുക്ക് കേൾപ്പിക്കാനുള്ളത് മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ രോദനമാണ്. MK രാഘവൻ ഉൾപ്പെടുന്ന MPമാർക്ക് നമുക്ക് കേൾപ്പിക്കാനുള്ളത് മാനന്തവാടിയിലെ തലപ്പുഴയിലെ നിരവധിയായ കർഷക കുടുംബങ്ങൾ അനുഭവിക്കുന്ന അവരുടെ ദുരിതമാണ്. കേരളത്തിലും ഇന്ത്യയിലാകമാനവും 9.4 ലക്ഷം ഏക്കർ സ്ഥലം കൈവശം വെച്ചിട്ടുള്ള വഖഫ്, ആ വഖഫ് ഭൂമിയിൽ പലതും മുനമ്പത്തെ പോലെ തലപ്പുഴയിലെ പോലെ അനധികൃതമായി കയ്യേറിയിട്ടുള്ളതാണ്. ആ കയ്യേറ്റത്തെ തടയണമെങ്കിൽ ഈ വഖഫ് ഭേദഗതി ബില്ല് നടപ്പായി മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തിനു വേണ്ടിയാണ് ഇവർ ഈ വഖഫ് ഭേദഗതി ബില്ലിനെ തടസ്സം ചെയ്യുന്നത്, എതിർക്കുന്നത് എന്ന് നമുക്കറിയില്ല. കൃത്യമായി ആ ഓരോ ഭേദഗതികളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. എനിക്ക് ശേഷം ഉദ്ഘാടകനും അധ്യക്ഷനും ഒക്കെ അത് സൂചിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് അധികം പ്രവേശിക്കുന്നില്ല. പക്ഷെ നാം ഓർത്തു നോക്കൂ, 1995 വഖഫ് ബില്ലില് അതിന്റെ സെക്ഷൻ 3 പറയുകയാണ്, വാക്കാല വേണമെങ്കിൽ വഖഫ് ഭൂമി വഖഫാക്കി കൈമാറാൻ സാധിക്കും. അങ്ങനെ വാക്കാല കൈമാറുന്ന സമയത്ത് പിന്നീട് അനന്തരാവകാശികളൊക്കെ വരുന്ന സമയത്തുള്ള തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഭേദഗതി ബില്ല് പറയുന്നു, അങ്ങനെ വാക്കാല മാത്രം കൈമാറാൻ സാധിക്കില്ല, രേഖാപരമായ കൃത്യമായ രീതിയിൽ രേഖ വെച്ചുകൊണ്ട് മാത്രമേ കൈമാറാൻ സാധിക്കൂ. എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ എതിർക്കുന്നത്? എന്തിനാണ് കോൺഗ്രസുകാർ ഇതിനെ എതിർക്കുന്നത്? അതേപോലെ തന്നെ ആർക്കും ഏത് ഭൂമിയും വഖഫാക്കി മാറ്റാമെന്ന് പറയുന്ന നിയമം, ആ നിയമത്തിന് കൃത്യമായി ഭേദഗതി ചെയ്തുകൊണ്ട് 5 വർഷമെങ്കിലും ഇസ്ലാമായി ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ വഖഫ് ഭൂമിയായിട്ട് ഒരു ഭൂമിയെ മാറ്റാൻ സാധിക്കുള്ളൂ. കൃത്യമായ രേഖാപരമായിട്ടുള്ള അവരുടെ ആ ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇത് മാറ്റാൻ സാധിക്കുള്ളൂ. ഈ നിയമത്തിന് എതിർക്കേണ്ടതുണ്ടോ? ഈ തരത്തിൽ ഏത് രീതിയിൽ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും വന്നിട്ടുള്ള 40 ഭേദഗതികളും കൃത്യമായ രീതിയിൽ വഖഫിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. വഖഫ് എന്ന് പറയുന്നത് മതപരമാണെങ്കിൽ, വഖഫ് എന്ന് പറയുന്നത് സേവനത്തിന് വേണ്ടിയാണെങ്കിൽ, വഖഫ് എന്ന് പറയുന്നത് ഭക്തിയുടെ പേരിലാണെങ്കിൽ ആ ഭൂമിയെ
കണ്ണീര് വീഴാതെ, കണ്ണീരുപ്പ് കലരാതെ വിശുദ്ധീകരിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ് വന്നിട്ടുള്ളത്. അത് പാർലമെന്റിൽ പാസ്സാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസുകാരോട്, കോൺഗ്രസ് എംപിയോട്, കമ്മ്യൂണിസ്റ്റ് എംപിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വഖഫിൽ കണ്ണീര് നരേന്ദ്രമോദിയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് അവതരിപ്പിക്കുന്ന വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സാകും. അത് ഇന്ത്യയിൽ നിയമമാകും. അതിനെ സാധിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധ്യനായ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് ജിയാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് BJPയുടെ മേഖലാ പ്രസിഡന്റ് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. OBC മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ LP രാധാകൃഷ്ണൻ, BJPയുടെ മേഖലാ ട്രഷറർ ശ്രീ TV ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാരെയും, മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും, മാധ്യമ സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിനു വേണ്ടി സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ മുഴുവൻ പ്രവർത്തകരും അല്പം പുറകിലോട്ടായിട്ട് വരണം. ഇതിന്റെ പുറകിലായിട്ട് വരണം. നിങ്ങൾ കുറച്ച് പിന്നോട്ട് നിന്നാൽ മതി. ബഹുമാന്യനായിട്ടുള്ള ഈ പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടകൻ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് ജി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള TP ജയചന്ദ്രൻ മാസ്റ്റർ, MP രാധാകൃഷ്ണൻ, ശ്രീ ദേവദാസ് മാസ്റ്റർ ഉൾപ്പെടെ പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, കേരളത്തിലെ 19 MP-മാരുടെ വസതികളിലേക്ക് ഒരേ സമയം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ 10,000-കണക്കിന് കുടുംബാംഗങ്ങളുടെ കണ്ണീരൊപ്പാൻ ആവശ്യമായിട്ടുള്ള ഒരു നിയമ ഭേദഗതി നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കേണ്ട അനിവാര്യമായിട്ടുള്ള നിയമവിധേയമായിട്ടുള്ള ഒരു ബില്ലിന്റെ ഭേദഗതിയാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കാലാകാലമായി കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബില്ലുകളാകട്ടെ, നിയമ ഭേദഗതികളാകട്ടെ, നിയമങ്ങളാകട്ടെ എല്ലാം തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇത് ന്യൂനപക്ഷത്തിനെതിരാണ് എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ കൊടുത്തുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് നേരിടുന്ന ഒരു പതിവ് കാഴ്ചയായിരുന്നു. നിർഭാഗ്യവശാൽ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച മുനമ്പം എന്നുള്ള ഒരു തീരാ കണ്ണുനീർ ഇന്ന് കേരളത്തിന്റെ മുന്നിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ MK രാഘവൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ 19 MP-മാരുടെ യഥാർത്ഥ മുഖം ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഒരു നിയമവിരുദ്ധമായിട്ടുള്ള, ഒരു വകുപ്പുകളുമില്ലാത്ത, യാതൊരുവിധ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായിട്ടുള്ള ഒരു വകുപ്പുമില്ലാത്ത ഒരു ഭേദഗതിയെ എന്തിനാണ് ഇങ്ങനെ കണ്ണടച്ചടക്കുന്നത്? ഇതാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ BJP ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നേതാവിന്റെ പൊതുസമൂഹത്തെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തെയും വഖഫ് നിയമത്തിന്റെ മറവിൽ ഭൂമി തട്ടിയെടുക്കപ്പെട്ടവരെയും വഞ്ചിച്ചിട്ടുള്ളവർ ഇന്നിപ്പോ പരസ്യമായി ഇവർക്കെതിരെയുള്ള നിലപാട് രാജ്യത്തിന്റെ പാർലമെന്റിൽ എടുക്കുന്നു. ഇവിടെയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷ പ്രീണനം, മതമൗലികവാദികൾക്ക് മുന്നിൽ ഏതറ്റം വരെയും ഞങ്ങൾ അടിയറവ് പറയുമെന്ന് ഒരിക്കൽ കൂടി കേരളത്തിലെ UDF-ഉം കോൺഗ്രസും CPI-എമ്മും ഇന്നിപ്പോ തെളിയിച്ചിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലപാട് വളരെ വ്യക്തമാണ്. വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ചുരുക്കം ഒരു ശരാശരി മലയാളിക്ക് ബോധ്യമാകുന്നത്, ആരെങ്കിലും കുറെ കാലം ഒരു ഭൂമി കൈവശം വെച്ചതുകൊണ്ട് അത് വഖഫ് ഭൂമിയാകില്ല. ഇതാണ് ഒരു ഭേദഗതി. അങ്ങനെ വഖഫ് ബോർഡ് ഏതെങ്കിലും ഒരു ഭൂമിക്ക് അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ടുള്ള രേഖകൾ വേണം. ഒരു 5 കൊല്ലമെങ്കിലും ഇസ്ലാം മത നിയമപ്രകാരം ജീവിച്ചവർക്ക് മാത്രമേ ഈ രാജ്യത്ത് വഖഫ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. ഇനി ഇതിലേതെങ്കിലും ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും
വിപരീത അഭിപ്രായമുണ്ടെങ്കിൽ ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പോകാം. ഇതിൽ എന്താ എം കെ രാഘവ തെറ്റ്? എന്താണ് മിസ്റ്റർ എം കെ രാഘവൻ ഇതിൽ തെറ്റ്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട്ട് പോയിട്ട് അടിയറ പറയേണ്ടി വരും. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ മുന്നിൽ നിങ്ങൾക്ക് മുട്ടിലെഴിയേണ്ടി വരും. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് നിങ്ങളുടെ എം പിമാരുടെ യഥാർത്ഥ സ്വരൂപം ഇന്ന് കേരളം ദർശിച്ചിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ആട്ടിൻതോലണിയിച്ച ചെന്നായ്ക്കളാണെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ പൊതുവികാരത്തിനെതിരായിട്ടുള്ള നിലപാട് എക്കാലത്തും ന്യൂനപക്ഷ പ്രീണന വോട്ടിനു വേണ്ടി മതമൗലികവാദികൾക്ക് വേണ്ടി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാടുകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ എണ്ണപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് കേരളത്തിലെ ക്രിസ്തീയ നേതാക്കന്മാരുടെ, അവരുടെ സഭകളുടെ, മെത്രാന്മാരുടെ എല്ലാം ഭാഗമായിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിന് മുന്നിൽ എം കെ രാഘവൻ ഉൾപ്പെടെ കേരളത്തിലെ ഈ ബില്ലിനെ എതിർക്കുന്ന 19 എം പിമാരും ഒഴിച്ചു പോകുമെന്നും മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം ടി രമേശിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനായ അധ്യക്ഷൻ സിറ്റി ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ പ്രകാശ് ബാബു, പൂർവ്വ ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ ദേവദാസ്, കോട്ടയുടെ മേഖലാ അധ്യക്ഷൻ ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, ഒബിസി മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം പി രാധാകൃഷ്ണൻ, ബഹുമാനരായ മറ്റ് നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. പാർലമെന്റിൽ ഇന്ന് അവതരിപ്പിക്കുന്ന വഖഫ് ഭേദഗതികൾ അതോടെ ഈ രാജ്യത്തിലെ കോൺഗ്രസിന്റെയും CPM-ന്റെയും എംപിമാർ സ്വീകരിക്കുന്ന നിഷേധാത്മകമായിട്ടുള്ള നിലപാടിനെതിരായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലെ 19 എംപിമാരുടെ റോസറിയിലേക്ക് BJP-യുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാർച്ചിന് ആധാരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. കേരളത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി വഖഫ് ഭേദഗതി ബിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയുടെ ഒരു ഘട്ടത്തിലും ഇതിനെ എതിർക്കുന്ന കോൺഗ്രസിനോ CPM-നോ എന്തുകൊണ്ടാണ് ഈ ബില്ലിനെ എതിർക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ ഭേദഗതി ബിൽ മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയുന്ന മുസ്ലിം സംഘടനകൾക്കോ ബില്ലിൽ എന്താണ് മുസ്ലിം വിരുദ്ധമായിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ നിലവിലുള്ള നിയമത്തിൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നിഷ്പക്ഷപതികളായിട്ടുള്ള ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയോ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയോ നേതൃത്വം മാത്രമല്ല. ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് സംയുക്ത പാർലമെന്ററി സമിതി അത് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ രാജ്യത്താസകലമുള്ള എല്ലാ മതസംഘടനകൾക്കും JPC-യുടെ കമ്മിറ്റി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിലെ എല്ലാ മുസ്ലിം സംഘടനകളും ഉണ്ടായിരുന്നു. രാജ്യത്ത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന എല്ലാ മുസ്ലിം സംഘടനകൾക്കും ഈ പാർലമെന്ററി സമിതി നോട്ടീസ് അയക്കുകയും അവരോട് വിശദാംശങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുസ്ലിം ശരീഅത്ത് ബോർഡിനോട് JPC റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ നിലപാട് ചോദിച്ചിരുന്നു. രാജ്യത്തിലെ വിവിധ വഖഫ് ബോർഡുകളോട് ഇത് സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു. ഏതാണ്ട് 100-ലേറെ ചോദ്യാവലികൾ തയ്യാറാക്കി അത് ഈ രാജ്യത്തിലെ എല്ലാ മുസ്ലിം സംഘടനകൾക്ക്, എല്ലാ മനുഷ്യാവകാശ സംഘടനകൾക്ക്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക്, എല്ലാ സാമൂഹിക സന്നദ്ധ സംഘടനകൾക്ക്, അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുത്തിരുന്നു. JPC-യുടെ വെബ്സൈറ്റിൽ ഈ ചോദ്യാവലി മുഴുവൻ പ്രസിദ്ധീകരിക്കുകയും രാജ്യത്തിലെ ഏത് പൗരന് വേണമെങ്കിലും ഈ കാര്യത്തിൽ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെയും പാർലമെന്റിന്റെയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സുതാര്യമായ ഒരു ചർച്ചയ്ക്ക് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത്. സാധാരണ JPC-യുടെ മുമ്പാകെ ഒരു വിഷയമുണ്ടായാൽ ആ വിഷയം ചർച്ച ചെയ്യുന്നത് കൺസേൺഡ് പാർട്ടികളുമായിട്ട് മാത്രമാണ്. അതല്ലാതെ രാജ്യത്തെങ്ങാനുമുള്ള സംഘടനകളോടും വ്യക്തികളോടും ഒരു നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പതിവ് നമ്മുടെ രാജ്യത്തില്ല. പക്ഷേ ആദ്യമായിട്ട് ഈ പ്രാവശ്യം ഈ ബില്ല് പാർലമെന്റ് അവതരിപ്പിച്ച് അത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുമ്പാകെ കൊടുത്തപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും രാജ്യത്തെ എല്ലാ സംഘടനകളോടും എല്ലാ വ്യക്തികളോടും ഇതിൽ അഭിപ്രായം പറയാനും വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ജനങ്ങളെല്ലാം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സംയുക്ത പാർലമെന്ററി യോഗം ഈ നടത്തില്ല എന്ന വാശിയായിരുന്നു കോൺഗ്രസിനുള്ളത്. അതുകൊണ്ടാണ് കോൺഗ്രസ്
കോൺഗ്രസിന്റെ അംഗങ്ങൾ എല്ലാ യോഗങ്ങളും വെച്ച് ബഹളം വെക്കാൻ തയ്യാറായത്. ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാക്കിയാൽ അതിനെ മെറിറ്റോട് കൂടിയിട്ടാണ് കോൺഗ്രസ് പാർട്ടി കാണേണ്ടിയിരുന്നത്, പ്രതിപക്ഷ പാർട്ടികൾ കാണേണ്ടത്. പക്ഷെ പ്രതിപക്ഷത്തെ എംപിമാർ സംയുക്ത പാർലമെന്ററി യോഗത്തിൽ പാർലമെന്ററി സമിതിയിൽ ബഹളം വെച്ചുകൊണ്ട് അതിന്റെ ഹിയറിംഗ് തടസ്സപ്പെടുത്താനാണ് തയ്യാറായത്. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിൽ സ്വന്തം കമ്മിറ്റിയിലെ അംഗങ്ങൾ ബഹളം വെച്ച് ഹിയറിംഗ് നടത്താൻ പരിശ്രമിച്ചിട്ടും കഴിഞ്ഞ 100 ദിവസക്കാലമായി രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി എല്ലാ സംഘടനകളുമായി ഈ JPC ഹിയറിംഗ് നടത്തിയിട്ടുണ്ട്, അവരോട് അന്വേഷിച്ചിട്ടുണ്ട്, ചോദ്യാവലി കൊടുത്തിട്ടുണ്ട്, ഉത്തരം വാങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അവർ കൂടി പറഞ്ഞ ഭേദഗതികൾ, ആ ഭേദഗതി അടിസ്ഥാനത്തിലാണ് ഇന്ന് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. എന്താണ് കോൺഗ്രസിനും CPM-നും ഈ ബില്ലിനോടുള്ള വിരോധം? ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായിട്ടാണ് ഈ ബില്ല് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വസ്തുതാപരമായി എന്തെങ്കിലും കാര്യം കോൺഗ്രസിനോ CPM-നോ മുമ്പോട്ട് വെക്കാനുണ്ടോ? INA സെക്രട്ടറി മുമ്പോട്ട് വെക്കാനുണ്ടോ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള പരാമർശമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ആവശ്യമായിട്ടുള്ള ചർച്ചകൾക്കും തിരുത്തലുകൾക്കും തയ്യാറാണ് എന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് പറഞ്ഞല്ലോ. പക്ഷേ ഈ നിമിഷം വരെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം വിരുദ്ധമാണ് എന്ന മൈതാന പ്രസംഗം നടത്തുക എന്നല്ലാതെ ഈ ബില്ലിലെ ഏത് ക്ലോസ് ആണ് മുസ്ലിം വിരുദ്ധമായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ബില്ല് മുസ്ലിം വിരുദ്ധമാവുക? ഇത് സ്വത്ത് സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമമാണ്. മുസ്ലിം സമൂഹത്തിന്റെ ഏതെങ്കിലും ആരാധനാക്രമത്തിൽ ഈ ബില്ല് കൈവെക്കുന്നില്ല. മുസ്ലിം സമൂഹത്തിന്റെ ഏതെങ്കിലും വ്യക്തി നിയമത്തിന് ഈ ബില്ല് കൈവെക്കുന്നില്ല. ഇതാകെയുള്ളത് വഖഫിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്വത്തിനെ സംബന്ധിച്ച് രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കേസുകൾ ഒത്തുതീർപ്പാക്കണമെന്ന് മാത്രമേ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആഗ്രഹിച്ചിട്ടുള്ളൂ. 2013 വഖഫ് ഭേദഗതി നിയമമനുസരിച്ച് കേസുകളെല്ലാം തന്നെ വഖഫിന്റെ ട്രൈബ്യൂണലിൽ മാത്രമേ വിധി പറയാൻ സാധിക്കുകയുള്ളൂ എന്നും, അങ്ങനെ വഖഫിന്റെ ട്രൈബ്യൂണൽ വിധി പറഞ്ഞാൽ രാജ്യത്തിലെ ഒരു സിവിൽ കോടതിയിലേക്കും ഈ കേസുമായിട്ട് പോകാൻ പാടില്ല എന്നുള്ള 2013 UPA സർക്കാരിന്റെ ഭേദഗതിയുടെ പിൻബലത്തിലാണ് രാജ്യത്താസകലം പൊതുമുതൽ കയ്യേറാൻ, വ്യക്തിഗത സ്വകാര്യ ഭൂമികൾ കയ്യേറാൻ വഖഫ് തയ്യാറായിട്ടുള്ളത്. ഞാൻ മുസ്ലിം സമൂഹത്തോട് ചോദിക്കുന്നത്, ഇന്ത്യയിൽ എവിടെയെങ്കിലും വഖഫോട് കയ്യേറിയിട്ടുള്ള ഭൂമി മുസ്ലിം സമൂഹത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. മുസ്ലിം വിരുദ്ധമാണ് എങ്കിൽ എവിടെയെങ്കിലും വഖഫോട് അനധികൃതമായി കയ്യേറിയ ഭൂമി ഞങ്ങൾ മുസ്ലിം താല്പര്യത്തിന് വേണ്ടിയാണ് വിനിയോഗിച്ചത് എന്ന് പറയാൻ ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾക്ക് സാധിക്കുമോ? അതെല്ലാം സ്വകാര്യ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് വിനിയോഗിച്ചിട്ടുള്ളത്. പൊതുമുതൽ കയറിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഹൈക്കോടതിയുടെ ഉടമസ്ഥല ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞപ്പോ കോടതിക്ക് ഇടപെടേണ്ടി വന്നു. അലഹബാദില് പ്രയാഗ് നഗറില് ഏക്കറക്കണക്കിന് സർക്കാരിന്റെ ഭൂമി വഖഫ് കയ്യേറിയപ്പോ അവസാനം കോടതിക്ക് അതിലിടപെടേണ്ടതായിട്ട് വന്നു. കോടതിക്ക് ഇടപെട്ടപ്പോ വഖഫ് ബോർഡ് അവിടെ പറഞ്ഞത് കോടതിക്ക് ഇടപെടാൻ അധികാരമില്ല എന്ന്. മധ്യപ്രദേശിലെ കോടതിയുടെ സ്വന്തം ഭൂമിയായതുകൊണ്ട് അവർ പ്രത്യേക ഉത്തരവിലൂടെ ആ ഭൂമി തിരിച്ചു പിടിച്ചു. അതുകൊണ്ട് അത്തരം വ്യവഹാര തർക്കങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് രാജ്യത്തെ വഖഫ് ബോർഡിന് സുതാര്യത ഉണ്ടാവണം. മാത്രമല്ല, ഈ ബില്ല് കൊണ്ട് ഏറ്റവും വലിയ പ്രയോജനമുള്ളത് ഈ രാജ്യത്തിലെ മുസ്ലിം സമൂഹത്തിനാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ മുസ്ലിം സമൂഹം അറിയേണ്ട ഒരു കാര്യം, കോടിക്കണക്കിന് രൂപയാണ് വഖഫ് ബോർഡിന്റെ കയ്യിലുള്ളത്. ഏതാണ്ട് കഴിഞ്ഞ 2023-24 കണക്ക് മാത്രം 200 കോടിയിലേറെ രൂപ അനധികൃതമായി വഖഫിന്റെ കൈകളിലുണ്ട്. ഈ പണം എവിടെയെങ്കിലും മുസ്ലിം സമൂഹത്തിന് വേണ്ടി ചെലവിടുന്നുണ്ടോ? അതെല്ലാം സ്വകാര്യ വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. ആ ഭൂമി ഉപയോഗിക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടിയാണ്. അതിൽ മാറ്റമുണ്ടാകണം. വഖഫ് ബോർഡിന്റെ സ്വത്തുകൾ മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണമെന്ന് തന്നെയാണ് BJPയുടെ നിലപാട്. അങ്ങനെ വഖഫ് ഭൂമി മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യത്തിന് വേണ്ടി, മതപരമായിട്ടുള്ള താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിന് കൃത്യതയുണ്ടാകും. ആ കൃത്യതയാണ് ഈ നിയമ ഭേദഗതിയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് പാർലമെന്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്ന വഖഫ് നിയമ ഭേദഗതിയുടെ ആദ്യത്തെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിം സമൂഹമാണ്. അവരാണ് ആദ്യത്തെ ഗുണഭോക്താക്കൾ. മതത്തിന്റെ പേരിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ അടിച്ചോണ്ടു പോകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ.
അതുകൊണ്ട് മുസ്ലിം സമൂഹം കേരളം ഒഴികെയുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഈ കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും മുസ്ലിം സമൂഹങ്ങൾ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടോ? കേരളത്തിലല്ലാതെ. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം മുസ്ലിം സമൂഹം പ്രതിഷേധം ഉയർത്തുന്നത്? കേരളത്തിൽ പലയിടങ്ങളിലായി വഖഫ് അവകാശപ്പെട്ട ഭൂമി, വഖഫ് സ്വന്തമാണ് എന്ന് പറഞ്ഞ ഭൂമി, അവർ പിടിച്ചെടുത്ത ഭൂമി, ആ ഭൂമിയെല്ലാം കേരളത്തിലെ ചില സ്വകാര്യ ആളുകളുടെ കൈവശമാണ്. വഖഫ് ബോർഡ് മെമ്പർമാരായിട്ടുള്ള ചില സ്വകാര്യ ആളുകൾ സ്വകാര്യ ഭൂമി പോലെ അത് ഉപയോഗിക്കുകയാണ്, അത് വിനിയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഈ പ്രശ്നമുള്ളത്. അതാ ഞാൻ സൂചിപ്പിച്ചത്, ഈ നിയമ ഭേദഗതിയുടെ ആദ്യത്തെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തിലെ മുസ്ലിം സമൂഹമാണ്. ആ സമൂഹത്തെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെയും CPM-ന്റെയും എംപിമാർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഭൂമി നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കിട്ടാനുള്ള സന്ദർഭമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, മുൻപത്ത് മാസങ്ങളായി സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളാണ് സമരം ചെയ്യുന്നത്. ഒരു സുപ്രഭാതത്തിൽ അവിടെ ഭൂമി നഷ്ടപ്പെടുകയാണ്. അവരെല്ലാവരും പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. പണം കൊടുത്ത് ഭൂമി വാങ്ങി സ്വന്തം പേർ രജിസ്റ്റർ ചെയ്ത് അവിടെ വീടുണ്ടാക്കി എത്രയോ വർഷമായി അവർ താമസിക്കുന്നു. ഒരു ദിവസം സുപ്രഭാതത്തിൽ വഖഫ് ബോർഡിന് നോട്ടീസ് വരികയാണ്, അവർക്കെല്ലാവർക്കും ഈ ഭൂമി ഞങ്ങളുടെ ഭൂമിയാണ്. അവരെങ്ങോട്ട് പോകും? അവരെങ്ങോട്ട് പോകുമെന്നുള്ള ചോദ്യം വന്നപ്പോഴാണല്ലോ കാലാകാലമായി കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്തിരുന്ന മുൻപത്തെ ആളുകൾ അവർ പള്ളി അങ്കണത്തിലാണ് സമരം ചെയ്തത്. നടുറോട്ടിലല്ല. ക്രിസ്ത്യൻ സമൂഹമാണ്. ആ ക്രിസ്ത്യൻ സമൂഹം സമരം ചെയ്യാൻ പോലും അവർക്കൊരു ഭൂമിയില്ല. അതുകൊണ്ടാണ് അവർ പള്ളി അങ്കണത്തിൽ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി സമരം ചെയ്തത്. ആ ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കാൻ എന്ത് വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്? അവരുടെ വോട്ട് വാങ്ങിയല്ലേ നിങ്ങൾ എല്ലാവരും ജയിച്ചത്? മുൻപത്ത് ഭൂമി നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, 600-ലേറെ കുടുംബങ്ങൾ, അവർ ഈ കോടതി വരാന്തകൾ കയറിയിറങ്ങി എത്ര നാൾ ജീവിക്കും? മാത്രമല്ല അവരോട് അവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് വയനാട് ജില്ലയിൽ ഏതാണ്ട് 16ഓളം പഞ്ചായത്തുകൾ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. 2-3 പഞ്ചായത്തുകൾ മുഴുവനായിട്ടും വഖഫിന്റെ ഭൂമിയാണ്. തലപ്പുഴയിൽ പാവപ്പെട്ട ഒരു മുസ്ലിം കുടുംബമടക്കം അവിടെയുള്ള ജീവിക്കുന്ന സാധാരണ ആളുകളോട് വീട് വിട്ടൊഴിയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇവിടെ കോഴിക്കോട് ജില്ലയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി വഖഫിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഒഴിയാൻ ആവശ്യപ്പെട്ട എത്രയോ വാർത്തകൾ പുറത്തു വന്നു. ഈ കോഴിക്കോട് സിറ്റിയിൽ കാരപ്പുറമിൽ ഒരു അംഗനവാടി പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ ഭൂമി വഖഫിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂമി പിടിച്ചെടുക്കാൻ നീക്കം നടക്കുന്നു. ഇങ്ങനെ കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്വകാര്യ ഭൂമികൾ, പൊതുഭൂമികൾ, കോർപ്പറേഷൻ ഭൂമികൾ, സർക്കാരിന്റെ ഭൂമികൾ, ഇതെല്ലാം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ കൈയടക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതൊരു വലിയ സാമൂഹിക പ്രശ്നമല്ലേ? ആ സാമൂഹിക പ്രശ്നത്തെ നാം അഡ്രസ് ചെയ്യണ്ടേ? ആ സാമൂഹിക പ്രശ്നം പരിഹരിക്കണ്ടേ? അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിന്റെ കൂടെയല്ലേ ഈ രാജ്യത്ത് പുരോഗമന പാർട്ടികൾ എന്ന് പറയുന്നവർ നിൽക്കേണ്ടത്? പക്ഷെ നിർഭാഗ്യവശാൽ ഈ കോൺഗ്രസും CPM-ഉം ഇന്ന് അവർ പറയുന്നത് ഈ ബില്ലിനെ എതിർക്കുമെന്ന്. നിങ്ങൾ എതിർത്താലും എതിർത്തില്ലെങ്കിലും ബില്ല് പാസ്സാകും. പക്ഷെ അതല്ല പ്രശ്നം. നിങ്ങൾ ഈ സ്വീകരിക്കുന്ന സമീപനം ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കെതിരായിട്ടാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സഭകളും ഈ എംപിമാരോട് പറഞ്ഞല്ലോ നിങ്ങൾ ഈ ബില്ലിന് അനുകൂലിക്കണമെന്ന്? എന്നാൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ പാർലമെന്റ് മെമ്പർമാർക്ക് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം മാത്രമാണോ? ക്രിസ്ത്യൻ സമൂഹം ന്യൂനപക്ഷമല്ലേ? ന്യൂനപക്ഷത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹത്തിന് കൂടി നിൽക്കണ്ടേ? കേരളത്തിലെ പ്രധാനപ്പെട്ട ബിഷപ്പ് കൗൺസിലുകളെല്ലാം തന്നെ അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഈ നിയമത്തെ നിങ്ങൾ പിന്തുണക്കണമെന്ന് കേരളത്തിലെ എംപിമാരോട് പറഞ്ഞിട്ട് അത് കേട്ട ഭാവം പോലും കേൾക്കാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സഭകളോട് നിങ്ങൾ ഒരു നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സഭകളുടെ ആവശ്യത്തെ നിരാകരിക്കാൻ തയ്യാറാകുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, കേരളത്തിൽ ഈ കോൺഗ്രസുകാർക്കും CPM-കാർക്കും ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം മാത്രമാണോ? അതോ ക്രിസ്ത്യൻ സമൂഹം ന്യൂനപക്ഷമല്ലേ? ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് ചെവി കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? കാലാകാലമായി അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ മാത്രം മതി എന്നാണോ? MK രാഘവൻ ജയിച്ചത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കൂടെ വോട്ട് കൊണ്ടാണല്ലോ. തിരുവമ്പാടിയിലും താമരശ്ശേരിയിലുമെല്ലാം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് MK രാഘവന് കിട്ടിയിട്ടുണ്ടല്ലോ. ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ബിഷപ്പ് കൗൺസിലുകളും MK രാഘവൻ കയറി ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ ബിഷപ്പുമാർ കൊണ്ട് കൂടി ഉൾപ്പെട്ടിട്ടുള്ള ബിഷപ്പ് കാത്തലിക് കൗൺസിൽ
അവർ ഏകകണ്ഠമായിട്ട് പറഞ്ഞല്ലോ എംപിമാരോട്, എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള എംപിമാരോട്, നിങ്ങൾ ഈ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന്. അപ്പൊ കേരളത്തിലെ സഭാ നേതൃത്വം പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രധാനം മുസ്ലിം മതമൗലികവാദ സംഘടനകൾ പറയുന്നതാണ്. കേരളത്തിലെ ബിഷപ്പുമാർ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് വേദവാക്യം കേരളത്തിലെ മുസ്ലിം ഭീകരവാദ ഗ്രൂപ്പുകൾ പറയുന്നതാണ്. എം കെ രാഘവന് വോട്ട് ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹം ആലോചിക്കണം, നിങ്ങളുടെ സഭാ മേലധ്യക്ഷന്മാരെക്കാൾ എം കെ രാഘവന് പ്രധാനം ഈ കോഴിക്കോട്ടെ മുസ്ലിം മതമൗലികവാദ നേതൃത്വമാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? ഈ സഭാ നേതൃത്വത്തിന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഈ സഭാ നേതൃത്വത്തിന് ഉറപ്പ് കൊടുത്തല്ലേ? അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ പാലക്കാട്ടും ചേലക്കരയിലുമെല്ലാം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇതേ കോൺഗ്രസിന്റെ നേതൃത്വം സഭാ മേലധ്യക്ഷന്മാരെ കൊണ്ട് ഉറപ്പ് കൊടുത്തതാണല്ലോ, ഞങ്ങൾ ഭേദഗതി ബില്ല് വരുമ്പോ ഞങ്ങൾ ആ സമയത്ത് ആലോചിക്കാം, നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കാം. പക്ഷേ ഇപ്പൊ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ മാറ്റുന്നത്? അപ്പൊ അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിക്കുന്നത് ഈ ആത്മവഞ്ചനയെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. കേരളത്തിലെ ജനം മനസ്സിലാക്കേണ്ടത്, വഖഫ് ബോർഡ് ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭൂമി കവർന്നെടുക്കുന്ന കേസിൽ വഖഫ് ബോർഡാണ് ഒന്നാം പ്രതിയെങ്കിൽ കേരളത്തിലെ UDF-ന്റെയും LDF-ന്റെയും എംപിമാരാണ് രണ്ടാം പ്രതികൾ. രണ്ടു കൂട്ടരെയും ഒരേപോലെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ കേരളം തയ്യാറാകും. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ പല ഭാഗത്തും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വരുന്നത്. എത്രയോ നിഷ്പക്ഷപാതികളായ സംഘടനകൾ, വ്യക്തികൾ, അവരെല്ലാവരും ഈ നിയമം പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്നത് കേരളത്തിലെ CPM-ന്റെയും കോൺഗ്രസിന്റെയും ജനവിരുദ്ധമായിട്ടുള്ള ഈ നിലപാട് തിരിച്ചറിയുന്നതുകൊണ്ടാണ്. എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും? BJP ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം അത് നാടിന് ഗുണകരമാണെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറാകണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്. ഈ 19 എംപിമാർക്കും എതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ ബില്ല് ഏതായാലും ലോകസഭയിൽ പാസ്സാക്കാൻ വേണ്ടി പോകുന്നു. ലോകസഭയിൽ ബില്ല് പാസ്സാക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ UDF-ന്റെയും LDF-ന്റെയും 19 എംപിമാരുടെ കോലം പരസ്യമായി കത്തിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ പ്രതിഷേധത്തിന് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ 19 എംപിമാരുടെയും ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും ക്രിസ്ത്യൻ സഭകളുടെയും തെണ്ണ നിറങ്ങി അവരുടെ വോട്ട് വാങ്ങി മുസ്ലിം മതമൗലികവാദികളുടെ കക്ഷത്തിലേക്ക് തലവെച്ചു കൊടുത്ത 19 എംപിമാരുടെയും തനിനിറം കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വലിയ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആദ്യത്തെ സമരം എന്നുള്ളവർക്ക് എംപിമാരുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഈ മാർച്ച് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ മാർച്ചിൽ പങ്കെടുത്ത എല്ലാ സഹപ്രവർത്തകന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. മാർച്ചിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ പോരാട്ടത്തെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ കൂടിയായ ശ്രീ പ്രകാശ് ബാബു, ബഹുമാന്യനായ ഈ പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടകൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CMT രമേശ്, റൂറൽ ജില്ലാ അധ്യക്ഷൻ ദേവദാസൻ മാസ്റ്റർ, TV ഉണ്ണികൃഷ്ണൻ, SP രാധാകൃഷ്ണൻ ഉൾപ്പെടെ വളരെ ദീർഘവും ധന്യവുമായ ഒരു നേതൃനിര തന്നെയാണ് കേരളത്തിലെ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ടാണ് നിരന്നിരിക്കുന്നത്. ഈ രാജ്യത്തിലെ ഭരണഘടന സംരക്ഷിക്കുന്നത്, അക്ഷരാർത്ഥത്തിൽ മതഭീകരവാദ നിയമത്തിന് അതീതമായി ഭാരതത്തിന്റെ ഭരണഘടനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ഭരണഘടനയ്ക്കപ്പുറത്തേക്ക് ഈ മതകോടതികളും വ്യക്തികളുടെ ഉത്തരവുകളും നടപ്പിലാക്കാൻ ഇന്ത്യ രാജ്യത്ത് കുറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതിന് ഉദാഹരണമാണ് CMT രമേശ് ചൂണ്ടിക്കാണിച്ചത്. 1995 വഖഫ് ബോർഡിന് ഇന്ത്യ രാജ്യത്തെ ഏത് ഭൂമിയിലും ഒരു കടലാസിന്റെയും പിൻബലമില്ലാതെ അവകാശവാദം ഉന്നയിക്കാം. 2013 ആ നിയമം വീണ്ടും കടുപ്പിച്ചു. അങ്ങനെ ആരുടെയെങ്കിലും ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചാൽ അത് തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് ഇരയുടെ ബാധ്യതയാണ്. അവർ നിരങ്ങേണ്ടത് വഖഫ് ബോർഡിന്റെ ട്രൈബ്യൂണലിന്റെ മുമ്പിൽ മാത്രമാണ്.
ഭാരതത്തിലെ ഒരു കോടതിയിലും ഇതാ എന്റെ ഭൂമി കയ്യേറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കേസ് നടത്താൻ വഖഫ് ബോർഡിന്റെ കിരാതമായ നിയമത്തിന് ഇരയായ ഒരു വ്യക്തിക്ക് അവകാശമില്ല. ട്രൈബ്യൂണൽ വിധിച്ചാൽ ആ വിധി അന്തിമമാണ്. സുപ്രീം കോടതിക്ക് പോലും ഇടപെടാൻ വയ്യ. ഇപ്പോഴാണ് അറിയുന്നത് UDF-നും LDF-നും കാലാകാലങ്ങളിലായി വോട്ട് ചെയ്ത നിരവധി ആളുകൾ. ഒരു ഉദാഹരണം FT നേരത്തെ ചൂണ്ടിക്കാണിച്ചു. വയനാട്ടില് പനമരത്ത് തലപ്പാടിയില് മുസ്ലിങ്ങൾ ഉൾപ്പെടെ ആളുകളോട് വഖഫ് പറയുന്നു, ഈ ഭൂമി ഞങ്ങളുടേതാണ്, നിങ്ങൾ ഇറങ്ങിപ്പോകണം. 2013 നിയമത്തിൽ പറയുന്നത് അങ്ങനെ വഖഫ് ഭൂമി നമ്മൾ ഇത്രയും കാലം കൈവശം വെച്ച് അതിനകത്ത് കൃഷി ചെയ്ത് വീട് കെട്ടി താമസിക്കുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ വഖഫ് വന്ന് അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നില്ലെങ്കിൽ, ഒരു വാക്കിന്റെ അടിസ്ഥാനം നിങ്ങൾ ഇറങ്ങിപ്പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരായ നടപടികൾ കർശനമാക്കും. നോക്കൂ, മതേതരത്വം പറയുന്നവർ, BJP-യുടെ വർഗീയത പറയുന്നവർ മുനമ്പത്തെ 400 ഏക്കർ ഭൂമി, തലമുറകൾ കൈവശം വെച്ച ഭൂമി, 1000-ലധികം പട്ടയങ്ങളിലൂടെ കൈവശപ്പെടുത്തിയ ഭൂമി, അവരുടെ നിലപാടിനോട് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലും സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി ഉൾപ്പെടെ ഈ കൊച്ചു കേരളത്തിലെ മുഴുവൻ ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങളും അതിനൊപ്പം നിന്നു. സമരപ്പന്തലിൽ പോയി രാഘവന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ, പിണറായിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ അവരെ ചതിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. ഒരു കമ്മീഷൻ നിശ്ചയിച്ചു. അവസാനം കേരള ഹൈക്കോടതി ചതി തിരിച്ചറിഞ്ഞ് ആ കമ്മീഷനെ റദ്ദ് ചെയ്ത് ആ ഉത്തരവ് തോട്ടിലെറിഞ്ഞു. എന്നിട്ടും പാഠം പഠിക്കാത്തവർ, ഭരണഘടനയെ നോക്കുകുത്തിയാക്കിയവർ, പച്ചച്ചട്ടയും നീലച്ചട്ടയുമുള്ള പുസ്തകം ആവശ്യത്തിനും അനാവശ്യത്തിനും പാർലമെന്റ് ഉയർത്തിപ്പിടിക്കുന്നവർ ആ ഭരണഘടന ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ഈ പ്രവർത്തനത്തിനെതിരായുള്ള ധീരമായ പോരാട്ടമാണ്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, 1/4 രൂപയുടെ വസ്തു നഷ്ടപ്പെട്ടാലും നായയുടെ സ്വഭാവം മനസ്സിലായല്ലോ എന്ന്. ഇത് കേരളത്തിലെ UDF-ന്റെയും LDF-ന്റെയും തനത് സ്വഭാവം ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള അവസരമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ കൊടും ചതിക്കെതിരെ LDF-ന്റെയും UDF-ന്റെയും MP-മാർ നടത്തുന്ന വഞ്ചനയ്ക്കെതിരായുള്ള ജനകീയ പോരാട്ടത്തിൽ അണിനിരന്ന സഹപ്രവർത്തകന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിന് എല്ലാവിധ ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. MP രാധാകൃഷ്ണൻ ആശംസ അർപ്പിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഈ ധർണയുടെ അധ്യക്ഷൻ ബഹുമാന്യായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, ഈ ജനകീയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MT രമേശ് ജി, മറ്റു നേതാക്കൾ എല്ലാവർക്കും ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയൂ. വഖഫിനെ കുറിച്ചും അതിന്റെ കൈയേറ്റത്തെ കുറിച്ചും അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചുമൊക്കെ ഇവിടെ വിശദീകരിച്ചു. ആരും പറയാതെ പോയൊരു കാര്യം, ഇത് ക്രിസ്ത്യാനികളുടെ ഭൂമി മാത്രമല്ല നഷ്ടപ്പെടുന്നത്. കേരളത്തിൽ അധികം ചർച്ച ചെയ്യാൻ പോയ ചാവക്കാട് കടപ്പുറത്ത് 91 വീടുകൾ ഈ വഖഫിന്റെ പേരിൽ ഇന്ന് വയ്യാധാരമായി കിടക്കുന്നത്. ആ 91 വീടുകളിൽ 2 വീട് മാത്രമാണ് ഹിന്ദു മുസ്ലിം സമുദായത്തിലുള്ളത്. ബാക്കി 89 വീടും മുസ്ലിം സമുദായത്തിൻ്റെതാണ്. ആ മുസ്ലിം സമുദായത്തിന്റെ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന വീടും ഭൂമിയും നഷ്ടപ്പെടുന്നതിന്റെ സാഹചര്യം കൂടി ഈ വഖഫിലുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പാണ്, വഖഫ് ഭേദഗതി ബില്ല് പാസ്സാവും. ഇനി അഥവാ പാസ്സായിട്ടില്ലെങ്കിലും എന്തായാലും ഈ കേരളത്തിലെ ആരെങ്കിലും എന്തായാലും ഈ കേരളത്തിലെ ആര് വിചാരിച്ചാലും, UDF വിചാരിച്ചാലും LDF വിചാരിച്ചാലും മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒന്നിച്ചാലും ഒരു പാവപ്പെട്ടവന്റെയും ഒരു തുണ്ട് ഭൂമി ഏറ്റെടുക്കാൻ BJP അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.